ഇൻട്രാനെറ്റ്, എക്സ്ട്രാനെറ്റ്, ഇന്റർനെറ്റ് ഇവ തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത്. ഇൻട്രാനെറ്റ് എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷന്റെ അകത്തുള്ള ഇന്റേണൽ നെറ്റ്വർക്കിനെയാണ് ഇൻട്രാനെറ്റ് എന്ന് പറയുന്നത്. ആ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് മാത്രമേ അത് ഉപയോഗിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പം ഇൻട്രാനെറ്റ് ഈസ് ആൻ ഇന്റേണൽ നെറ്റ്വർക്ക്. ഇറ്റ് ഈസ് യൂസ്ഡ് ബൈ കമ്പനീസ് ടു കണക്ട് ദെയർ കമ്പ്യൂട്ടേഴ്സ് ഓൺ എ നെറ്റ്വർക്ക്. ആ ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കമ്പ്യൂട്ടേഴ്സ് കണക്ട് ചെയ്യാനായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന പ്രൈവറ്റ് നെറ്റ്വർക്കിനെയാണ് ഇൻട്രാനെറ്റ് എന്ന് പറയുന്നത്. അത് പ്രൈവറ്റ് നെറ്റ്വർക്കാണ്, അതുകൊണ്ട് തന്നെ ബാക്കിയുള്ളവർക്ക് അത് ആക്സസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ആ ഓർഗനൈസേഷനുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് ബന്ധമുള്ള ആൾക്കാർക്ക് മാത്രമേ അതിനെ ഉപയോഗിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അതിൻ്റെ ഉള്ളിലുള്ള ആൾക്കാർക്ക് മാത്രമേ അത് ഉപയോഗിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബാങ്കിന്റെ നെറ്റ്വർക്ക്, പിന്നെ ഗവൺമെന്റ് ഓർഗനൈസേഷൻ ക്രിയേറ്റ് ചെയ്യുന്ന സ്പാർക്ക് പോലെയുള്ള നെറ്റ്വർക്കുകളൊക്കെ നമുക്ക് ഇൻട്രാനെറ്റിന് എക്സാമ്പിളാണ്. ഇനി അടുത്തത് പറയുകയാണെങ്കിൽ എക്സ്ട്രാനെറ്റ്. ഒരു ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പാർട്ട്നേഴ്സ്, കസ്റ്റമേഴ്സ്, എക്സ്റ്റേണൽ വെൻഡേഴ്സ് തുടങ്ങിയവർക്ക് വളരെ കുറച്ച് ഇൻഫർമേഷൻസ് മാത്രം, ആ ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വളരെ കുറച്ച് ഇൻഫർമേഷൻസ് മാത്രം ആക്സസ് ചെയ്യാനായിട്ടുള്ള പെർമിഷൻ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതിനെ എക്സ്ട്രാനെറ്റ് എന്ന് പറയും. People from outside the company can have a limited access to the company's internal network for business or education related purpose. ഇതാണ് എക്സ്ട്രാനെറ്റിന്റെ ഡെഫിനിഷൻ പറയുന്നത്. ഇത് പ്രൈവറ്റ് നെറ്റ്വർക്ക് തന്നെയാണ്, അല്ലെങ്കിൽ വിർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് എന്ന് നമ്മൾ പറയും. ഓതറൈസ്ഡ് പീപ്പിളിന് മാത്രമേ അത് ആക്സസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഈ നെറ്റ്വർക്ക് ആക്സസ് ചെയ്യാനായിട്ട് നമുക്ക് പെർമിഷൻ ഉണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ അത് എക്സ്ട്രാനെറ്റ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബാങ്കിന്റെ ATM നെറ്റ്വർക്ക്. ആ ബാങ്കിലെ അക്കൗണ്ട് ഹോൾഡേഴ്സിന് മാത്രമായിട്ട് നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള ആക്സസ് കൊടുക്കുന്ന നെറ്റ്വർക്കാണ് ബാങ്കിന്റെ ATM നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഇതാണ് എക്സ്ട്രാനെറ്റ് എന്ന് പറയുന്നത്. ഇനി ഇന്റർനെറ്റ് എന്ന് പറയുന്നത്, Internet is a globally connected network of computers that enables people to share information and communicate with each other. ഈ ലോകത്തുള്ള ആരുമായിട്ടും കമ്മ്യൂണിക്കേഷൻ സാധ്യമാക്കുന്ന നെറ്റ്വർക്കിനെയാണ് ഇന്റർനെറ്റ് എന്ന് പറയുന്നത്. ഇത് പബ്ലിക് നെറ്റ്വർക്കാണ്, ഇത് ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഇൻട്രാനെറ്റും എക്സ്ട്രാനെറ്റും ഇന്റർനെറ്റും തമ്മിലുള്ള വ്യത്യാസം. ഇതിന്റെ പ്രിഫിക്സിൽ നിന്ന് തന്നെ ഇതിന്റെ ഡിഫറൻസ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഇൻട്രാനെറ്റ്, ഇൻട്രാ മീൻസ് ഇൻസൈഡ്, എക്സ്ട്രാ മീൻസ് ഔട്ട്സൈഡ്, ഇന്റർ മീൻസ് ബിറ്റ്വീൻ. പിന്നെ ഡെഫിനേഷൻ ഒന്നും കൂടി നോക്കാം. ഇന്റർനെറ്റ്, ഒരു ഓർഗനൈസേഷൻ ഉണ്ട്, ആ ഓർഗനൈസേഷനിൽ കമ്പ്യൂട്ടേഴ്സിനെ കണക്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന നെറ്റ്വർക്കാണ് ഇൻട്രാനെറ്റ്. ആൻഡ് ഇൻട്രാനെറ്റ് ക്രിയേറ്റ്സ് കണക്ഷൻ ഇൻസൈഡ് ആൻ ഓർഗനൈസേഷൻ. ഇനി എക്സ്ട്രാനെറ്റ് ഉണ്ട്. ആ എക്സ്ട്രാനെറ്റ് ഒരു കമ്പനിയുടെ ഉള്ളിൽ ഒരു നെറ്റ്വർക്ക് ഉണ്ടാകും. ആ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഓതറൈസ്ഡ് പീപ്പിളിന് ഷെയർ ചെയ്യുവാണെങ്കിൽ അതിനെ എക്സ്ട്രാനെറ്റ് എന്ന് പറയും. ആൻ എക്സ്ട്രാനെറ്റ് ക്രിയേറ്റ്സ് കണക്ഷൻസ് ബിയോണ്ട് ഓർ ഔട്ട്സൈഡ് ആൻ ഓർഗനൈസേഷൻ. അത് അവരുമായിട്ട് രജിസ്റ്റേർഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഉപയോഗിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇനി അതിന്റെ ഏറ്റവും പുറമെ വരുന്നതാണ് ഇന്റർനെറ്റ്. ദ ഇന്റർനെറ്റ് ക്രിയേറ്റ്സ് കണക്ഷൻ ബിറ്റ്വീൻ കമ്പ്യൂട്ടേഴ്സ് അറൌണ്ട് ദ വേൾഡ്. അപ്പോൾ ഇതാണ് ഇൻട്രാനെറ്റും എക്സ്ട്രാനെറ്റും ഇന്റർനെറ്റും തമ്മിലുള്ള ഡിഫറൻസ്. താങ്ക് യു.